ഹലോ. ദേ നമ്മൾ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കൊറിയൻ ഫൗണ്ടേഷൻ ടിർട്ടിർ ഫൗണ്ടേഷൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തിര എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും അറിയില്ല, ജസ്റ്റ് റാൻഡം ആയിട്ട് അങ്ങോട്ട് ഗസ് അടിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇത് മാച്ച് ആവുമോ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് ഒരുമിച്ച് നോക്കി വെക്കാം. പിന്നെ ഇത് നമ്മുടെ മേബിലിൻ ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഫേസ് സ്കാനർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ രണ്ട് ഫൗണ്ടേഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് വ്യത്യാസമുള്ളത്. ഇപ്പോൾ 1200 രൂപ കൊടുത്തിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ മേടിച്ചുകൊണ്ട് എന്താണ് മാറ്റമുണ്ടോ, എന്താണ് ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ച് നോക്കാം. ഞാൻ മേടിച്ച ഷെയ്ഡ് ഏതാണെന്നറിയോ? 29N എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. 29N നാച്ചുറൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അറിയില്ല എനിക്ക് ബാച്ച് ആവുമോ ഒന്നും അറിയില്ല. ഇതാണ് കേട്ടോ സംഭവം. ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ കുഞ്ഞൊരു ഇതാണ്. ഞാൻ കുറച്ചുകൂടി വലുത് പ്രതീക്ഷിച്ചു. വലുതിന് 2000 സംതിങ് ഉണ്ട്. ഞാനിതിപ്പോൾ ചെറുതാണ് മേടിച്ചത്, മിനി സൈസാണ് മേടിച്ചത്. ഇവിടെ ഒരു കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഇങ്ങനെ പഫ് പോലത്തെ ഒരു സംഭവം. കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഇട്ട് നോക്കാം ആദ്യം, മാച്ച് ആവുണ്ടോ എന്നൊക്കെ. നമുക്ക് മാച്ചാണ്. ഞാൻ വിചാരിച്ചു പടി പാളിയത്, പക്ഷെ മാച്ചാവും. ഓക്കെ, കുറച്ചിട്ട് നോക്കാം നമുക്ക്. ഇത് നോക്ക്, ഈ സൈഡും നിങ്ങൾ വ്യത്യാസം നോക്ക്. കണ്ടോ, ഈ സൈഡ് നമ്മളൊന്നും ഇട്ടിട്ടില്ല, ഈ സൈഡ് കണ്ടോ. അപ്പോൾ സംഭവം കൊള്ളാട്ടോ. ഇത് 1200 രൂപയ്ക്കുള്ള വെർത്ത് ഉണ്ട്. ഇതിൽ ഓക്സിഡൈസ് ആവും എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്കറിയില്ല. ഇനി അത് ഫുള്ള് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം നോക്ക്, ഇത് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര മാറ്റ് ഫിനിഷ് അല്ല, ഒരു മിഡിലായിട്ടുള്ള ഒരു സെമി മാറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ആ ഒരു ലൈക്ക് ഒരു അങ്ങനത്തെ ഒരു ഫിനിഷിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ പോലും ഇത് കാശ് കൊണ്ടുപോയി കളഞ്ഞോ, ഇത് ഇപ്പോൾ പണി പാളിയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇത് 1200 രൂപയ്ക്കുള്ള വെർത്ത് ഉണ്ട്. എന്തായാലും ഇത് ഷെയ്ഡും എൻ്റെ നല്ല കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഭാഗ്യം, പണി പാളിയില്ല. ഇത് ഞാൻ ഈ റെനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കാജലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നല്ലതാട്ടോ. നമ്മളൊരു മസ്കാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഈ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മസ്കാരയാണ്. 200 സംതിങ് ഉള്ളൂ കേട്ടോ. എന്തായാലും മേടിച്ചോ, ഭയങ്കര നാച്ചുറലായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ എന്താ പറയുക, അങ്ങനെ ക്ലംസി ആയിട്ടോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര നാച്ചുറലായിട്ട് എന്നും നമുക്ക് ഇടാൻ നല്ല ബെസ്റ്റാണിത്. എത്ര 200 സംതിങ് ഒക്കെ ഉള്ളൂ. 200 ആണോ 100 ആണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ ലിങ്ക് കൊടുക്കാം. സൂപ്പറാണ്, ഇത് മേടിച്ചോ. കണ്ടോ, ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് നോക്ക്, ഒരു കുഞ്ഞു കണ്ണ്. ഇത് കുറച്ചുകൂടി നമുക്ക് വിടർന്നിരിക്കും, എന്നാൽ നാച്ചുറലായിട്ടിരിക്കും. നമ്മൾ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ വയ്ക്കും. നമ്മൾ മൊത്തത്തിലൊന്ന് നമ്മൾ ആൾ തന്നെ മാറിപ്പോവും. കണ്ണൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന്, അതായത് ജീവൻ വെക്കുന്നത് മസ്കാര ഇട്ട് കഴിഞ്ഞാലാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്കാര ഒഴിവാക്കരുത്. ഓക്കെ. ലിപ്സ്റ്റിക്കിന് നമ്മുടെ എറ്റ്യൂഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് അനലോഗ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ്. ഒരു ഓറഞ്ച് ഇടുമ്പോൾ ഭയങ്കര ഓറഞ്ച് പോലെ തോന്നും, പക്ഷെ ഓറഞ്ച് അല്ല, ഒരു പിങ്കും എന്താ പറയുക, നല്ലൊരു കളറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഇടുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ആക്കും ഫേസ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ, ഇത് അടിപൊളിയാണ്. ഇനി നമുക്കിത് കുറച്ചു നേരം വെച്ച് നോക്കാം. ഇത് ഇനി ഓക്സിഡൈസ് ആയി പോകുന്നുണ്ടോ, ഫേസ് എങ്ങനെയുണ്ട്, കുറച്ചുകൂടി ഡൾ ആവുന്നുണ്ടോ എന്നൊക്കെ കുറച്ചുകൂടി നേരം നമുക്ക് ഇട്ടിട്ട് നോക്കാം. ഓക്കെ. നമ്മളിപ്പോൾ 1.5 മണിക്കൂർ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ കാണിക്കുകയാണ് കേട്ടോ, സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത്. എൻ്റെ ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ സ്വെറ്റായിട്ട് ഇവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് വേർക്കും. എൻ്റെ മുഖമൊക്കെ ഞാൻ വേർക്കാറുണ്ട്, പക്ഷേ ഇത് ഇട്ടിട്ട് ഞാൻ വേർക്കണില്ല. സൂപ്പറാണ്, എന്തായാലും ഒരു ഡൗട്ടില്ല. എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ഓക്സിഡൈസ് ആയിട്ടുണ്ടോ എന്ന് തോന്നണില്ല. എന്തായാലും സംഭവം കൊള്ളാം. മറ്റ് ഫൗണ്ടേഷനൊക്കെ അത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം, ഈ ഒരു ഷെയ്ഡ് തന്നെയാണോ ഇത് വരുന്നത് എന്നുള്ളത്. ഞാൻ നമ്മളുടെ മേബിലിൻ്റെ
310 ആണ് ഷെയ്ഡ് എൻ്റെ. അതേപോലെ തന്നെ ഫേസസ് കാനഡയുടെ ഈ ഒരു സോഫ്റ്റ് ബീജെന്നോ എന്താണ് സോഫ്റ്റ് സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും ഇതൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഈ ഒരു ലുക്കാണോ വരുന്നത് എന്നൊക്കെ. എനിക്കിത് മായ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ല, എന്നാലും നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ കണ്ണൊന്നും മാച്ചിട്ടില്ല കേട്ടോ. കണ്ണ് ഞാൻ മാക്കിയിരുന്നില്ല, അതിന് കുറേ സമയം എടുക്കൂലേ. മുഖത്ത് മാത്രം കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മേബിലിൻ്റെ ഫസ്റ്റ് ഇട്ട് നോക്കാം. നമ്മുടെ മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 310 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ദേ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കേട്ടോ കണ്ടോ, ഈ ഷെയ്ഡും എൻ്റെ മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നോക്ക്, കണ്ടോ, ഇതും നല്ല എനിക്ക് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. 180 രൂപയും മറ്റൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു ട്യൂബിന്. ഇതിന് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ മേബിലിൻ്റെ മറ്റ് ഫൗണ്ടേഷനൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനേക്കാളൊക്കെ എനിക്ക് ഇതാണ് ഇഷ്ടം. നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വേറെ ഒന്നും മുഖത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മറ്റേ മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല ഞാൻ, അത് മറന്നു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇതാണ്. നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇത് എറ്റ്യൂഡ് ഹൗസിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വേറൊരു ഷെയ്ഡാണിത്. സോഫ്റ്റ് വാൾനട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇട്ട് കാണിച്ചു തരാം. ആണോ, ഈ ഷെയ്ഡാണോ മറ്റേ ഷെയ്ഡാണോ ഭംഗിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് കുറച്ചും കൂടി എല്ലാവർക്കും സ്യൂട്ടാവും. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ റെഡ് നല്ല ന്യൂഡ് കളറിലൊക്കെ നമുക്കിത് സ്യൂട്ടാവും. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത്. അപ്പോൾ നമുക്ക് നമ്മളുടെ മേബിലിൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു മേബിലിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടതാണോ നമ്മളുടെ ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടതാണോ, ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ നമ്മളുടെ ഫേസസ് കാനഡയും കൂടി നമുക്ക് ഇട്ട് നോക്കാം, ഏതാണ് നല്ലത് എന്നുള്ളത് അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റാം നമുക്ക്. ഓക്കെ, ഫേസസ് കാനഡയുടെ എൻ്റെ സോഫ്റ്റ് സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതിനും എത്രയാണ് 210 രൂപയോ അങ്ങനെ ആ റേഞ്ചുള്ളൂ കേട്ടോ. ഇതും പക്ഷെ അതിനേക്കാളും നമ്മളുടെ മേബിലിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് മാത്രം. ഇതും മിനി സൈസ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് നമ്മളുടെ ഫേസസ് കാനഡയുടെ വരുന്നത്. നമുക്കിനി ഇട്ട് നോക്കാം. കണ്ടോ, ഇതും എനിക്ക് മാച്ചാട്ടോ. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷനൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ റെവ്ലോണിൻ്റെ റം റേസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ചൊരു നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഭയങ്കര ന്യൂഡ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണിത്. ഇടാം. ഫൈനൽ ലുക്ക് ഇതാണ് ഫേസസ് കാനഡയുടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് അറിയുന്നുണ്ടോ? ഈ ടിർട്ടിറിൻ്റെ ആയാലും മേബിലിൻ്റെ ആയാലും ഫേസസ് കാനഡയുടെ ആയാലും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, കൺസീലർ ഇട്ടിട്ടില്ല, പ്രൈമർ മോയ്സ്ചറൈസർ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഈ ഒരു പ്രൈസിൽ നമുക്ക് മേബിലിനും ഫേസസ് കാനഡയുടെ ഒക്കെ ധാരാളമാണ്. എനിക്കിതൊക്കെ ധാരാളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ണാടിയിൽ കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കൂലേ, നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നമ്മളുടെ ഈ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് വിസിബിളാണ് ഈ ഒരു മേബിലിൻ്റെ ആയാലും ഫേസസ് കാനഡയുടെ ആയാലും. പക്ഷേ ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷനിൽ അങ്ങനെയല്ല, ഭയങ്കര ഫ്ലോലെസ് ആയിട്ടിരിക്കും. അപ്പോൾ 1200 രൂപയുടെ അതിൻ്റെ വെർത്ത് ഉണ്ടാവില്ലേ? 150 രൂപയ്ക്ക് ഇതൊക്കെ നമുക്ക് ഇത്രയും തരാൻ തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് റെഗുലർ ആയിട്ടൊക്കെ ഇടാൻ ഇത് തന്നെ എത്ര ധാരാളം ഉള്ളൂ, എത്രയല്ലേ ഉള്ളൂ. നമ്മൾ എക്സാക്റ്റ് ഒരു ഷെയ്ഡ് നോക്കി നമ്മൾ മേടിച്ചാൽ മതി. പിന്നെ ഈ ടിർട്ടിറിൻ്റെ ആ ഒരു 1200 രൂപ കൊടുത്ത് മേടിക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല. പൈസ നമ്മൾ വേസ്റ്റ് ആയി റിഗ്രറ്റ് ചെയ്യില്ല നമ്മൾ ഒരിക്കലും. അതിനുള്ള ഹൈപ്പിനുള്ള സംഭവം ഉണ്ട് അത്.
അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്കുകൾ, ഈ ബ്രഷ് ഉൾപ്പെടെ എല്ലാ സംഭവത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.